ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മയൂരീസ് ക്രാഫ്റ്റ്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഫെദർ ലുക്കിലുള്ള ഒരു വോൾ ഹാങ്ങിങ് ആണ്. ഇത് റീസൈക്ലിംഗ് ഐഡിയ ആണ്. ഞാനിപ്പോൾ ചണത്തിൻ്റെ ചരട് കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ഗ്രോസറീസൊക്കെ കിട്ടുമ്പോൾ അത് കെട്ടി, അല്ലെങ്കിൽ വെജിറ്റബിൾസ് ഒക്കെ കിട്ടുമ്പോൾ അത് കെട്ടി വെച്ചിരിക്കുന്ന ഒരു ചരടുണ്ടല്ലോ, അത് തന്നെയാണ്. അപ്പോൾ നമ്മളിത് വേസ്റ്റാക്കി കളയേണ്ട, അതെല്ലാം സൂക്ഷിച്ച് വെക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് റോളായിട്ട് മേടിക്കാൻ കിട്ടും. പിന്നെ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഡെക്കറേഷന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒരു അക്രിലിക്കാണ്, അതായത് നമ്മൾ സ്വെറ്ററൊക്കെ ഉണ്ടാക്കുമ്പോൾ ക്രോഷ്യൊക്കെ ചെയ്യാൻ ഉപയോഗിക്കുന്ന യാണും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇത് സെപ്പറേറ്റ് ആയിട്ട് അത് ഏതെങ്കിലും ഒരു നൂല് വെച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഇതേപോലെ മിക്സ്ഡ് ആയിട്ട് ചെയ്യാം. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ മിക്സ്ഡ് ആയിട്ട് ചെയ്യുമ്പോഴാണ് ഭംഗി കൂടുതൽ. അപ്പോൾ ഇതാണ് റോളായിട്ട് കിട്ടുന്നത്. ഇത് ഞാൻ റോളായിട്ട് മേടിച്ചു. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതേപോലെ കിട്ടുന്ന ചെറിയ ചെറിയ പീസസ് ഒക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ നീളമൊന്നും വേണ്ട, ചെറിയ നീളത്തിലുള്ള നൂലുകൾ മതി ഇതുപോലെ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഒരു വലിയ ഒരു ഫെദർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് വേണമെങ്കിൽ ഇതേപോലെ തൂക്കിയിടാം, അല്ലെങ്കിൽ കുറച്ച് നീളത്തിലുള്ള യാണും കൂടെ ഒന്നും കൂടെ കെട്ടി വെച്ചിട്ട് ഉപയോഗിക്കാം. അപ്പം ഞാനിവിടെ ഒരു വൈറ്റ് കളറിലുള്ള ഒരു സ്വെറ്ററിൻ്റെ നൂലാണ് എടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു ജൂട്ടിൻ്റെ യാണാണ്, അതായത് നമ്മുടെ ചണത്തിൻ്റെ ചരടും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മെഷർമെൻറ്റ് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാൻ ചെറിയൊരു സൈസിലാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് ഈ ചെറിയ പീസസ് എന്ന് പറഞ്ഞാൽ 12 സെൻറ്റിമീറ്റർ ആണ്. പിന്നെ വലിയ നടുക്ക് വയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ചും കൂടെ നീളം, അതായത് ഒരു 15 to 17 സെൻറ്റിമീറ്റർ വരെ നമുക്ക് നീളം എടുക്കാം. ഈ എടുക്കുന്ന നടുക്ക് വയ്ക്കുന്ന ആ സ്റ്റെമ്മിൻ്റെ നീളം കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് പിന്നെ കട്ട് ചെയ്ത് കളയാവുന്നതാണ്. അപ്പോൾ കുറച്ച് നീളത്തിലെടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ഒരു 16 17 ഒക്കെ എടുക്കുക. ഇനി നമുക്ക് ഈ രണ്ട് ചെറിയ പീസസ്, അതായത് രണ്ടും ഒരേപോലെ ഇരിക്കും, ഒന്ന് റൈറ്റ് സൈഡിൽ കൂടെ ഒന്ന് ലെഫ്റ്റ് സൈഡിൽ കൂടെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതേപോലെ ആ സ്റ്റെമ്മിൻ്റെ താഴോട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് കയറ്റി വെച്ച് കൊടുക്കുക. അങ്ങനെ താഴോട്ട് വെച്ച് കൊടുക്കുമ്പം നമുക്കൊരു ലൂപ്പ് ലെഫ്റ്റ് സൈഡിലൊരു റൗണ്ട് പോലെ കിട്ടും അല്ലേ. ഇനി ആ ഒരു റൗണ്ടിനകത്തൂടെ വേണം നമ്മുടെ ലെഫ്റ്റ് പീസ് കടത്തി വെക്കാനായിട്ട്. അതിൻ്റെയും ഈ വളഞ്ഞിരിക്കുന്ന ആ പോർഷൻ വേണം നമുക്കിങ്ങനെ കടത്തി വെക്കാനായിട്ട്. അപ്പം നമുക്ക് വീണ്ടും ഒരു ലൂപ്പ് പോലെ കിട്ടി. അപ്പോൾ ഇപ്പം നമ്മൾ ആ ലെഫ്റ്റിലേക്ക് കടത്തി വെച്ച ലൂപ്പ് ഉണ്ടല്ലോ, അതിനകത്തൂടെ വേണം ഇനി ആ ഒരു ടെയിൽ എൻഡ് അതിനകത്തൂടെ ഒന്ന് വലിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് രണ്ട് സൈഡിലേക്കും രണ്ട് ടെയിൽസ് ഇങ്ങനെ പുറത്തേക്ക് കിടക്കുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ നോക്കിയാൽ അതിൻ്റെ അറ്റം ഇതേപോലെ രണ്ട് സൈഡിലും പുറത്തേക്കിരിക്കും. അപ്പോൾ ഇനി അത് നമുക്ക് വലിച്ച് ഒന്ന് ടൈറ്റ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ കെട്ട് നടുക്കായിട്ടാണ് വരുന്നത്. അപ്പോൾ ആ കെട്ട് നടുക്ക് വരുന്ന രീതിയിൽ ഇതേപോലെ വലിച്ചെടുക്കാം. വളരെ സിമ്പിളാണ്, ഈ ഒരു ടെക്നിക്ക് ഫോളോ ചെയ്താൽ മതി. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് തരത്തിൽ ചെയ്യാം. ഒന്നുകിൽ ഇതേപോലെ രണ്ട് യാണും ഒരേ ടൈമിൽ വലിച്ചെടുക്കാം, ഇല്ലെങ്കിൽ ഓരോ സൈഡിലും ഓരോ യാൺ വെച്ച് നമുക്ക് വലിച്ചെടുക്കാവുന്നതാണ്. അതായത് രണ്ടും കൂടെ ഒന്നിച്ച് ചെയ്യണ്ട, ഒരു സൈഡിൽ ഒരു യാൺ, പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് അടുത്ത യാൺ, അങ്ങനെ ലൂപ്പിലൂടെ വലിച്ചെടുത്താൽ മതി. ഓക്കെ, അപ്പോൾ എനിക്ക് ഈ ഒരു പാറ്റേൺ ആണ് കുറച്ചും കൂടെ തിക്കായിട്ട് നല്ല ഡെൻസ് ആയിട്ടിരിക്കും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ ഒന്നും കൂടെ ആദ്യം നമ്മൾ റൈറ്റ് സൈഡിൽ വെക്കുന്ന ആ നൂല് അടിയിൽ വരാൻ ശ്രദ്ധിക്കണം. എന്നിട്ട് അതിൻ്റെ ആ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ലൂപ്പിനകത്തൂടെ വേണം നമ്മുടെ ലെഫ്റ്റ് പീസ് വെക്കാൻ വേണ്ടിയിട്ട്. ഇനി ആ ലെഫ്റ്റ് സൈഡിലെ ലൂപ്പിനകത്തൂടെ വേണം, അതായത് നമ്മുടെ വലത്ത് സൈഡിലുള്ള എൻഡ്സ് ഇതുപോലെ കടത്തി വയ്ക്കാനായിട്ട്. എന്നാലേ നമുക്ക് ആ ഒരു പാറ്റേൺ കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. എപ്പോഴും ശ്രദ്ധിക്കുക, ആ കെട്ട് കറക്റ്റ് ആയിരിക്കണം. നമ്മൾ ചെയ്യുമ്പോൾ നമ്മളെല്ലാം ആ കെട്ടിൻ്റെ ആ ഒരു പാറ്റേൺ കറക്റ്റ് ആണോ നോക്കി ചെയ്യുക. അങ്ങനെ നമുക്ക് നമ്മുടെ ലാസ്റ്റ് വരെയുള്ള എല്ലാ യാണും കെട്ടിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ നമ്മുടെ അക്രിലിക് യാണെന്ന് പറയുന്നത് 25 പീസസ് എടുത്തിട്ടുണ്ട്, കാരണം അതിന് അത്ര കട്ടിയില്ല. എന്നാൽ നമ്മുടെ ചണത്തിൻ്റെ ചരട് 15 എടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്പർ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. എത്ര നീളത്തിൽ നമുക്ക് ഈ യാൺ വേണം എന്നൊക്കെ നമുക്ക് തന്നെ തീരുമാനിക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ എല്ലാ പീസസും നമുക്ക് കെട്ടി അങ്ങ് താഴെ വരെ എത്തുമ്പോൾ നമ്മുടെ ഏറ്റവും അറ്റത്ത് വരുന്ന ആ യാൺ, അത് ഏത് കളറുള്ള അല്ലെങ്കിൽ ഏത് മെറ്റീരിയലുള്ള യാണാണെങ്കിലും ഏറ്റവും ലാസ്റ്റിൽ നമ്മൾ വെക്കുന്ന യാൺ നമ്മുടെ ആ മെയിൻ സ്റ്റെം ഉണ്ടല്ലോ നടുക്ക് വെച്ചിരിക്കുന്ന, അതിൻ്റെ ടിപ്പിലോട്ട് ഒന്ന് ഹോട്ട് ഗ്ലൂ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗ്ലൂ വെച്ച് അപ്ലൈ ചെയ്ത് ഒന്ന് ഒട്ടിച്ച് വെക്കേണ്ടതാണ്. അല്ലെങ്കിൽ അത് അഴിഞ്ഞു പോകാൻ ചാൻസ് ഒക്കെ ഉണ്ട്. കുട്ടികളൊക്കെ പിടിച്ച് വലിക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അത് വലിഞ്ഞു പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഒരു ക്വിക്ക് ഫിക്സോ അല്ലെങ്കിൽ ഹോട്ട് ഗ്ലൂ എന്തെങ്കിലും ഒന്ന് അപ്ലൈ ചെയ്ത് ഒട്ടിച്ചു വയ്ക്കാം, ഏറ്റവും ടിപ്പിൽ കാണുന്ന ആ ഒരു എൻഡ് മാത്രം. ഓക്കെ, അങ്ങനെ ബാക്കിയുള്ള എല്ലാ നൂലുകളും ഇങ്ങനെ നമുക്ക് ഇതിനകത്ത് കൊരുത്തി ഇങ്ങനെ ഇതുപോലെ ഒന്ന് ടൈ ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് തിരിച്ചു വരാം. അതെങ്ങനെയുണ്ടെന്ന് നോക്കാം.
അപ്പോൾ ഇതാണ് നമ്മുടെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരു ലുക്ക്, അതായത് കെട്ടിക്കഴിഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാവും ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ആ ഒരു വർക്കിനേക്കാളും കുറച്ച് ഡിഫറെൻ്റ് ആണല്ലേ. അപ്പോൾ നമുക്ക് കുറച്ച് തിക്കായിട്ട് ഫെദറി ലുക്ക് കിട്ടണമെങ്കിൽ ഇതേപോലെ ഒരു കോമ്പ് എടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ അറ്റമെല്ലാം ഇതേപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ നമുക്ക് ഈ പായലൊക്കെ ഇളക്കാൻ വേണ്ടിയിട്ടുള്ള കമ്പി കൊണ്ടുള്ള ഒരു തരം ബ്രഷ് കിട്ടും, ചെറിയൊരു ബ്രഷ്, അല്ലെങ്കിൽ നമ്മുടെ ഓർണമെൻറ്റ്സ് ഒക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ടൈപ്പ് നമുക്ക് കിട്ടുവാണെങ്കിൽ വളരെ എളുപ്പമായിരിക്കും ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഇതേപോലെ സാധാരണ ഒരു കോമ്പ് എടുക്കുക. ബട്ട് നമ്മുടെ ഈ ജൂട്ടിൻ്റെ യാണുണ്ടല്ലോ, ഈ ചണത്തിൻ്റെ ചരട് നമുക്ക് ഇതേപോലെ ഒന്ന് അഴിച്ചു കൊടുക്കണം, എന്നിട്ടേ നമ്മൾ ബ്രഷ് ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അത് ഒത്തിരി ടൈം എടുക്കും, അതേപോലെ അത്ര ഭംഗി ഉണ്ടായിരിക്കത്തില്ല. അപ്പോൾ നമുക്കിത് 3 സ്ട്രാൻഡ് വെച്ചിട്ടാണ് ഇങ്ങനെ ഒരെണ്ണം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഓരോന്നും അഴിച്ചു കൊടുക്കുക, അതൊരു ഇച്ചിരി പണിയാണ്. അപ്പോൾ ഈ ഓരോ യാണും ഇതേപോലെ ഒന്ന് അഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് ജസ്റ്റ് ബ്രഷ് ചെയ്ത് കൊടുത്താൽ വളരെ എളുപ്പത്തിൽ തന്നെ പിന്നെ അത് ചെയ്യാൻ പറ്റും. നമുക്ക് അധിക സമയമൊന്നും വേണ്ടി വരത്തില്ല. അപ്പോൾ അത് അഴിക്കുന്ന ഒരു പാടേ ഉള്ളൂ. അപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ നമുക്കൊരു ഫെദർ ലുക്ക് കിട്ടി. ഇനി നമുക്ക് ജസ്റ്റ് കട്ട് ചെയ്താൽ മാത്രം മതി. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഒരു ഷേപ്പിൽ വളരെ തിന്നായിട്ടുള്ള ഫെദറായിട്ടോ അല്ലെങ്കിൽ തിക്കായിട്ടുള്ള ഫെദറായിട്ടോ ഒക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഡെക്കറേഷൻസ് അതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതേപോലെ കുറച്ച് നീളത്തിലുള്ള ഒരു ചരടും കൂടെ ഇതിൻ്റെ അറ്റത്ത് കെട്ടിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ നീളത്തിൽ തൂക്കിയിടാം. അപ്പോൾ ഇതേപോലെ ഒരു സ്റ്റിക്ക് അല്ലെങ്കിൽ നമുക്ക് ചെറിയ ചുള്ളിക്കമ്പൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് പെയിൻറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. വൈറ്റ് കളറിലുള്ള പെയിൻറ്റോ ഒക്കെ നമുക്ക് മാച്ചിങ് ആയിട്ടുള്ളത് ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും വോൾ ഹാങ്ങിങ്ങിനായിട്ട്. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഒരു സ്ട്രാൻഡ് എടുത്ത് ഒരു ചരടെടുത്ത് അതിനകത്ത് കുറച്ച് ബീഡ്സ് ഇങ്ങനെ ഇടവിട്ട് ആഡ് ചെയ്തിട്ടേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ ഹാങ് ചെയ്തിടാം. പക്ഷേ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ നീളത്തിൽ ഈ ഫെദർ കുറച്ച് താഴേക്ക് നീളത്തിൽ കിടക്കുകയാണെങ്കിലാണ് കുറച്ചും കൂടെ ഭംഗിയായിട്ട് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു നീളത്തിലുള്ള ഒരു ചരടും കൂടെ കെട്ടി ഇത് തൂക്കിയിടാം, കുറച്ചും കൂടെ താഴേക്കിരിക്കും. അപ്പോൾ കുറച്ചും കൂടെ ഭംഗിയായിട്ടിരിക്കും. അപ്പോൾ ഇതാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യാനും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോസ് ഒന്നും കാണാൻ മറക്കണ്ട. കീപ് വാച്ചിങ്. ബൈ.